everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 15th lecture on the subject Income Tax Law and Practice 2. This lecture is based on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing a problem on capital gains, and in this lecture, we are going to discuss another problem on capital gains. We are going to discuss the question. നമുക്ക് question നോക്കാം. Mr. Denny purchased a building in June 2002 for rupees 5 lakh. During March 2012, he spent rupees 7 lakh for additions to the building and sold the same in February 2020 for rupees 60 lakh. Selling expenses rupees 50,000. Find out the taxable capital gains. Mr. Denny ജൂൺ 2002 ഒരു ബിൽഡിംഗ് 5 lakh റുപ്പീസിന് പർച്ചേസ് ചെയ്തു. ദെൻ മാർച്ച് 2012 7 lakh റുപ്പീസ് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ബിൽഡിങ്ങിൽ അഡിഷൻസ് വരുത്തി. ദെൻ ഈ ബിൽഡിംഗ് 60 lakh റുപ്പീസിന് ഫെബ്രുവരി 2020 വിറ്റു. സെല്ലിംഗ് എക്സ്പെൻസസ് rupees 50,000 ആണ്. ഫൈൻഡ് ഔട്ട് ദ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ്. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 2002-3 105, 2011-12 184, 2019-20 289. നമുക്ക് സൊല്യൂഷൻ നോക്കാം. മിസ്റ്റർ ഡെന്നി ഈ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നത് ജൂൺ 2002 ദെൻ അത് വിൽക്കുന്നത് ഫെബ്രുവരി 2020 വിച്ച് മീൻസ് അത് 36 months കൂടുതൽ മിസ്റ്റർ ഡെന്നി ഹെൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബിൽഡിംഗ് ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ ഈ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫറിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. സോ നമ്മളിവിടെ ഇപ്പോൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്ലിയർ? കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് ഫോർ ദ ഇയർ 2019-20. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമുക്കറിയാം, ക്യാപിറ്റൽ അസറ്റ് ഏത് പ്രൈസിനാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ പ്രൈസാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം, ഈ ബിൽഡിങ് സെയിൽ നടത്തുന്നത് 60 lakh റുപ്പീസിനാണ്. സോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 60 lakh റുപ്പീസ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് എക്സ്പെൻസസ് ഉണ്ട്. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും സെല്ലിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് നെറ്റ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയ 60 lakh റുപ്പീസിൽ നിന്നും സെല്ലിംഗ് എക്സ്പെൻസസ് ആയ 50,000 ലെസ് ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് നെറ്റ് കൺസിഡറേഷൻ rupees 59,50,000. ഓക്കെ, ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കമ്പ്യൂട്ടേഷൻ ആണ്. സോ നമുക്കിപ്പോൾ കിട്ടിയ നെറ്റ് കൺസിഡറേഷനിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ആണ് ലെസ് ചെയ്യേണ്ടത്. ഇവിടെ സെല്ലിംഗ് എക്സ്പെൻസസ് ഉള്ളതുകൊണ്ടാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും സെല്ലിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്ത് നെറ്റ് കൺസിഡറേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ലെസ് ചെയ്യുന്നത്. അല്ലാത്ത കേസ് ആണെങ്കിൽ, സെല്ലിംഗ് എക്സ്പെൻസസ് ഇല്ലാത്ത കേസ് ആണെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ലെസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, നമുക്കിവിടെ നെറ്റ് കൺസിഡറേഷൻ 59,50,000 ആണ്. ദെൻ അതിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ലെസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചതാണ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ് ഓർ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓൺ 1/4/2001 വിച്ച് എവർ ഈസ് ലേറ്റർ. ഈ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ക്വസ്റ്റ്യനിൽ നോക്കാം. ജൂൺ 2002 ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നത് 5 lakh റുപ്പീസിനാണ്. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 5 lakh റുപ്പീസ് ആണ്. ദെൻ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് സോൾഡ്. അസറ്റ് സെയിൽ നടന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഇവിടെ അസറ്റ് സെയിൽ നടക്കുന്നത് ഫെബ്രുവരി 2020 വിച്ച് മീൻസ് 2019-20 സെയിൽ നടക്കുന്നത്. ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 289. ദെൻ
cost inflation index for the first year in which the asset was held or cost inflation index on 1/4/2001 whichever is later. Then ഈ അസറ്റിൻ്റെ കേസിൽ അസറ്റ് ഹെൽഡ് ചെയ്ത ഫസ്റ്റ് ഇയർ ജൂൺ 2002 ആണ്. ആൻഡ് 2002-03 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓർ 1/4/2001 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വിച്ച് ഈസ് ലേറ്റർ. ഇതിൽ ലേറ്റർ വരുന്നത് 2002-03 ആണ്. സോ 2002-03 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കേണ്ടുന്നത്. അത് ക്വസ്റ്റ്യനിലുണ്ട്. 105 ആണ് 2002-03 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഓക്കെ, സോ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോർമുല ഇങ്ങനെയാണ് വരുന്നത്. 5 lakh into 289 divided by 105. ക്ലിയർ? സോ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 13,76,191 കിട്ടും. ഓക്കെ, ഇനി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചതാണ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ ഇംപ്രൂവ്മെൻറ്റ് ടു അസറ്റ് ടുക്ക് പ്ലേസ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യനിലുണ്ട്. മാർച്ച് 2012 7 lakh rupees സ്പെൻഡ് ചെയ്തിട്ട് ബിൽഡിങ്ങിന് കുറച്ച് അഡീഷൻസ് വരുത്തിയിട്ടുണ്ട്. ആ 7 lakh rupees ആണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ദെൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ്. അസറ്റ് സെയിൽ നടന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 2019-20 സെയിൽ നടന്നത്. ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 289 ആണ്. ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ ഇംപ്രൂവ്മെൻറ്റ് ടു അസറ്റ് ടുക്ക് പ്ലേസ്. ഇംപ്രൂവ്മെൻറ്റ് നടന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അസറ്റിന് ഇംപ്രൂവ്മെൻറ്റ് നടന്ന വർഷം 2011-12 ആണ്. ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 184. ദെൻ ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 7 lakh into 289 ഡിവൈഡഡ് ബൈ 184. കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 10,99,457 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെയും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെയും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 13,76,191. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 10,99,457. രണ്ടിൻ്റെയും കൂടി ടോട്ടൽ 24,75,648 കിട്ടും. ദെൻ നെറ്റ് കൺസിഡറേഷനായ 59,50,000 നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെയും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെയും ടോട്ടലായ 24,75,648 ഡിഡക്റ്റ് ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ദാറ്റ് ഇസ് റുപ്പീസ് 34,74,352. ക്ലിയർ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷൻ ക്ലിയർ ആയല്ലോ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും സെല്ലിംഗ് എക്സ്പെൻസസ് ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് നെറ്റ് കൺസിഡറേഷൻ. ദെൻ നെറ്റ് കൺസിഡറേഷനിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ലെസ് ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോബ്ലം. താങ്ക് യു.